എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഒരു 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അപ്പുറത്തെ വീട്ടിലേക്ക് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് കാണുന്നെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അതൊന്ന് ശരിയാക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 7-8 മാസം മുമ്പ് ഇതുപോലെ പ്രശ്നം വന്നപ്പോഴേക്ക് നമ്മൾ അവിടെ സിൽറ്റൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയതായിരുന്നു. ഇപ്പം വീണ്ടും ചെറുതായിട്ട് വന്നപ്പോൾ ഈ വേറെ നോക്കിയില്ല, ഈ ഒരു സംഭവം വാങ്ങി വെക്കണേ. ഇതിപ്പം വേസ്റ്റേജ് വാട്ടർ പോകുന്നതാണ്, അല്ലാതെ ഡ്രെയിനേജിൻ്റെതൊന്നും അല്ല കേട്ടോ. പിന്നെ ബൈജു ആണ് ഇവിടെ വന്ന് ശരിയാക്കണത്. അപ്പോൾ ബൈജുവിനെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും നമുക്ക് ഈ പ്ലംബിങ്, ഇലക്ട്രിക് ഇങ്ങനെയൊക്കെയുള്ളത് നല്ല അറിവുള്ളവർ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം പറയുന്നത് കേട്ടാ. അപ്പോൾ ബൈജുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകുതിയല്ല 3/4 സമാധാനം എന്ന് തന്നെ പറയാം കേട്ടോ. അത് കണ്ടുപിടിച്ചാൽ കറക്റ്റ് ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷനൊക്കെ നമ്മുടെ പ്ലംബർ ഡോക്ടർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണേ. കാരണം അപ്പം നമ്മൾ ചെറുതായിട്ട് പൊടിഞ്ഞതാണെങ്കിലും അപ്പുറത്ത് അവർക്കൊന്നും ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ അത് അറിയുമ്പോൾ അപ്പം തന്നെ അത് എന്താ ക്ലിയറാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ നിസാറിക്കടയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പം സംഭവം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ബൈജു പറഞ്ഞ് ഇനി ഇവിടെ ലീക്കൊന്നും വരത്തില്ല, എല്ലാം നല്ല ക്ലിയർ ആക്കിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളത് കേട്ടാ. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ടേ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഒന്നും എടുക്കാൻ പോയില്ലേ, കാര്യം ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റത് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ കുറച്ച് തിരക്കും കൂടിയായിരുന്നല്ലോ. ഇപ്പം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു 6 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് മട്ടൺ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനുള്ള കുരുമുളക് ഒന്ന് വറുത്ത് പൊടിച്ചതാണ്, അതും 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടിയെ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 2 മാഗി ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനു മുൻപ് ചിക്കൻ മന്തി ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ മട്ടൺ മന്തി തയ്യാറാക്കുന്നത്. എന്നിട്ടൊരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരി ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ മറ്റേതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ചതച്ചിട്ട് ഒന്നുമില്ല വെളുത്തുള്ളിയെ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ. മാഗിയിലുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകും പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 1/2 കപ്പോളം ഓയിൽ ഒഴിക്കണം. ഓയിലിൽ ഒരു പിശുക്കും കാണിക്കരുത്, ഇത്രയും മസ്റ്റായിട്ട് ചേർത്തേ പറ്റൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഇപ്പം പിറ്റേ ദിവസം ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കാം. ഇനി ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും മട്ടൺ പീസസും ലെവലായി നിൽക്കത്തക്ക പ്രഷർ കുക്കർ വേണം നിങ്ങൾ എടുക്കാൻ. അല്ലാതെ ഒന്നിനു മീതെ ഒന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേഗം ശരിയാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണേ. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോഴേക്ക് ഇത്രയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കത്തുള്ളൂ, ഒരുപാട് ഉണ്ടാക്കില്ലേ. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ചധികം ഉണ്ടാക്കണമെങ്കിൽ 2 കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ആ മസാല കലക്കി അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് മട്ടൺ അല്ലേ, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള പീസുമാണ്, നിങ്ങൾ കണ്ടല്ല. അപ്പോൾ അത് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ടാണ് 5 വിസിൽ ഏൽപ്പിക്കുന്നത്. അപ്പം ഞാൻ സെല്ല ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഇനിയിപ്പം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. സെല്ല ബസുമതി എന്ന് പറയുമ്പം ഇത് കണ്ട നമുക്ക് മന്തി റൈസായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. വൈറ്റ് റൈസും ഉണ്ട്, ഇത് ചുവന്ന റൈസും ഉണ്ട്. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് അതായത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഈ റൈസ് ഒന്ന് കുതിർത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മളിത് വേവിച്ചെടുക്കണത്. അത് അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിനെന്ന് പറയുമ്പോൾ കുറച്ചുപ്പ് കയറ്റി വേണം ഇട്ട് കൊടുക്കാനുള്ളതേ. സനക്കുട്ടിയെ പോലെ നല്ല ഡ്രസ്സ്. ഹായ് ഡ്രസ്
സനക്കുട്ടിക്കൊപ്പം കളിക്കും. അതാ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ഈ സനക്കുട്ടിയും ബട്ടർഫ്ലൈയും ഒരുപോലത്തെ ഡ്രസ്സാ ആണോ? എൻ്റെ ജോലിയുടെ ഇടയിൽ ബട്ടർഫ്ലൈ നിൽക്കുന്നത് കാണാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ വന്ന് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അതായത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടു. അതായത് ഒരു 70% വെന്താൽ മതി കേട്ടോ. ഇനി സ്റ്റീം പോയ ശേഷം ഞാൻ കുക്കർ തുറന്നു. കണ്ട കറക്റ്റിന് ചാറൊക്കെ ഇതുപോലെ ഉണ്ട്. അപ്പം മട്ടനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് ഈ റൈസ് ഇതുപോലെ ഒരു ഊറ്റി അങ്ങ് ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. അല്ലാതെ നമ്മളിപ്പം അതേപോലെ ഇപ്പം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മട്ടൻ മന്തിയാണ്. പിന്നെ കുങ്കുമപ്പൂ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തതാണ്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി റൈസും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. പെർമിറ്റഡ് ഫുഡ് കളർ റെഡ് ഞാൻ ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഡ്രൈ ലെമൺ മസ്റ്റായിട്ട് വേണം കേട്ടോ. പിന്നെ നമുക്ക് 2 ഡ്രൈ ലെമണും പച്ചമുളകൊക്കെ ഞാൻ ഇവിടെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. മന്തിക്ക് മന്തിയുടേതായിട്ടുള്ള മണവും ടേസ്റ്റും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടെംപ്ലർ ഞാൻ ഇതുപോലെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് ഇതിനുള്ളിലേക്ക് വെച്ച ശേഷം കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു സ്റ്റീം പോകുന്നതിന് മുമ്പ് തന്നെ കുക്കർ മൂടിയിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ നമ്മളിത് കേൾപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ 70% മാത്രമേ ഈ റൈസ് വേവിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിലാണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു വിസിൽ കേട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യണത്. സ്റ്റീം പോയിട്ടാണേ. അപ്പോൾ കണ്ട നല്ല മണമായിരുന്നു കേട്ടോ. കുക്കർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോഴേക്കും അത് കുക്കറിലല്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണത്. കണ്ട റൈസ് വെന്ത് കുഴഞ്ഞു പോവേ ഉടയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ ഈ റൈസ് വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ ഇതൊന്ന് തട്ടിയെടുക്കണേ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ശരിക്കും മട്ടൻ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അഭിപ്രായം പറഞ്ഞാൽ മതി. ഒരുപാട് മസാലകളൊന്നും. കഴിഞ്ഞ തവണ ഞാൻ ചിക്കൻ മന്തി ഇട്ടപ്പോഴേക്ക് 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ ഇതെന്ത് മന്തി എന്നൊക്കെ ചോദിച്ചു. ക്യാപ്സിക്കം വേണ്ടേന്ന്. ശരിക്കും പറഞ്ഞാൽ മന്തിയിൽ ക്യാപ്സിക്കം ഇടത്തില്ല കേട്ടോ. നിങ്ങൾ സൗദി മന്തിയൊക്കെ കഴിച്ചവർക്കാണെങ്കിൽ മനസ്സിലാവും. പിന്നെ നമ്മളൊക്കെ അങ്ങനെ ഇടുന്നേ ഉള്ളൂ. ഇതിപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഷാത്ത ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, മല്ലിയില, പിന്നെ നമുക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം വേണം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരുപാട് വെളുത്തുള്ളി ഇടത്തില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വെറും 2 എണ്ണം കണ്ടോ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മഷി പോലെ അരച്ചല്ല എടുക്കുന്നത് കേട്ടോ. അപ്പം ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ സൗദി അറേബ്യയിലെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപാര ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് എനിക്ക് എവിടത്തെ മന്തി കഴിച്ചിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ UAE പോകുമ്പോഴും മന്തി കഴിച്ചപ്പോഴായാലും ബഹ്റിനിൽ പോയപ്പോൾ മന്തി കഴിച്ചപ്പോഴായാലും ഈ ഒരു സൗദി അറേബ്യയുടെ മന്തി എന്ന് പറഞ്ഞാൽ അത് മന്തി തന്നെയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. ഈ സനക്കുട്ടിക്ക് എന്ത് ചെയ്യുന്നു കണ്ട? കുയില് വിളിക്കുന്നു. വിളിച്ചേ സനക്കുട്ടി ഉറച്ചു വിളിച്ചേ. അപ്പൊ കുയിലും വിളിക്കും. വിളിച്ചേ കൂന്നുള്ളി. അങ്ങനെയല്ല ദാ അതാ കണ്ടാ അവിടെന്നാ വിളിക്കുന്നേ. കണ്ടാ എങ്ങനെ മോളെ പോയാ? വിളിച്ച് ഒന്നുകൂടെ വിളിച്ച്.
അങ്ങനെ പിന്നെ കുറേ പണികളൊക്കെ ഇതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കൂർക്ക എന്ന് പറഞ്ഞാലേ. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂർക്ക ഉണ്ടാക്കണതും അത് വൃത്തിയാക്കണതും ഒക്കെ കാണിച്ചപ്പോഴേക്ക് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര വലിയ കൂർക്ക എടുത്തിട്ട് ആ മെഷീനിൽ ഇട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ചെറിയ കൂർക്കയാണെങ്കിൽ ഇത്ത പറയണത് പോലെയല്ല, നല്ലതുപോലെയൊക്കെ വരുമെന്ന് കുറച്ച് പേര്, 1-2 പേരെന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഇനി എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിലോ, എങ്കിൽ ചെറിയ കൂർക്ക വാങ്ങിക്കാം. അന്ന് ഞാൻ വാഷ് ചെയ്യാതാണ് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കൂർക്കതാ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കൂർക്ക കഴുകുക എന്ന് പറഞ്ഞാൽ കണ്ട ഏകദേശം ഒരു വീട് വയ്ക്കാനുള്ള മണ്ണ് നമുക്ക് കൂർക്കയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് വാസ്തവം. ശരിയല്ലേ? അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് കൂർക്ക കിട്ടുന്നത് കേട്ടാ. എന്തായാലും അത് ഞാൻ കഴുകി നമുക്ക് ആ മണ്ണ് പോകുന്ന തൃപ്തി വരെ ഒന്ന് കഴുകി എടുക്കണമല്ലോ. ഇങ്ങനെ അതിൽ നിന്ന് അക്ഷയപാത്രം പോലെ മണ്ണ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കാണെങ്കിൽ ഈ കൂർക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. എത്ര ഇതായാലും നമുക്കത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കൂർക്കയ്ക്ക്. എന്നെ പോലെ കൂർക്ക പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. അങ്ങനെ ഞാൻ അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ വിചാരിച്ചു ശരി, അതിപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കൂർക്കയുടെ സൈസ്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ മെഷീൻ എടുത്തു വെച്ചു. അപ്പം ഇതിൽ വെളുത്തുള്ളിയുടെ തോല് കളയണതും കൂർക്ക വൃത്തിയാക്കണതും ഒക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുമ്പം എന്തോരം അടിപൊളിയാണല്ലേ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയല്ല, ഞാൻ അന്നും പറഞ്ഞില്ലേ, ഞാനിത് ദുബായിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ. അങ്ങനെ കൂർക്ക ഞാൻ എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ല, വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിൽ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്യണം. ഈ സംഭവം ചാർജ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ കൈവച്ച് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അവരൊരു 20 സെക്കൻഡൊക്കെയാണ് പറയണത്, 20 അല്ല, അതിൽ കൂടുതൽ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് ഒരു പരുവായപ്പോഴാണ് സംഭവം ഞാൻ പുറത്തെടുത്തു. അപ്പം ഇതുപോലെയാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്കിത് കറക്കി വൃത്തിയായി വന്നതല്ല കേട്ടാ, അതും കൂടി മനസ്സിലാക്കണം. അപ്പം ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ ഫാബിമോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടേ, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഇത് ആദ്യമേ ഈ പിച്ചാത്തി വെച്ച് അങ്ങ് ചുരണ്ടിയാൽ പോരെന്ന്. അപ്പം നിസാർക്ക് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല, തോർത്തിൽ അങ്ങോട്ട് കെട്ടി 2 അടി അടിച്ചാൽ അത് വൃത്തിയായി കിട്ടും, അതിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടാ. എന്തായാലും ഇതിപ്പം എനിക്ക് വലിയ ഒരു താല്പര്യമൊന്നും തോന്നിയില്ല കേട്ടാ. കാര്യം ഈ ഒരു 5-6 കൂർക്കരിയ ഞാൻ ഇത്രയും ടൈം അവിടെ നിന്ന് പിന്നെ ഇനിയിപ്പം ഈ സംഭവമൊക്കെ കഴുകിയൊക്കെ എടുക്കണ്ടേ. ഇതാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ റിവ്യൂ പറയുമ്പം ശരിക്ക് നല്ല രീതിക്ക്, നല്ലതല്ലാത്തത് ഞാൻ നല്ലതല്ലാന്ന് തന്നെ പറയത്തുള്ളൂ. അപ്പം എനിക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് നല്ല ഇതായിട്ട് വരുന്നത്. അതിലൊരെണ്ണമാണ് നമ്മളുടെ ഐബെല്ലിൻ്റെ ഇടിയപ്പം മേക്കർ ഉണ്ടല്ലോ, അത് സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് 5 പേർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മുക്കും മൂലയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കളയണം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിലും അഴുക്കുണ്ടാവും, നമുക്കൊരു തൃപ്തി ഉണ്ടാകത്തില്ലെന്നേ. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കി എടുത്തത് ഇനിയിപ്പോൾ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞ് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ തോല് കളയാന്ന്. പക്ഷെ അതിന് എനിക്ക് താല്പര്യമില്ല കേട്ടോ, കാരണം അത് പുഴുങ്ങി കിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ പച്ചയ്ക്ക് തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ച ശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ കൂർക്ക വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണേ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂർക്ക കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈ അങ്ങ് വല്ലാതെ കറുപ്പ് വരും അല്ലേ. എത്ര രുചികരമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ എടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് ആ ഭക്ഷണം അത്രയും രുചികരമാകുന്നതെന്നുള്ളതാണ് വാസ്തവം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാമേ.
ഒരു 3-4 മിനിറ്റ് നമ്മളിതാ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴണ്ട് കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല, നിങ്ങൾ കണ്ടല്ലോ. ആ കൂർക്കയ്ക്ക് അരിഞ്ഞിരിക്കുന്ന അതിൻ്റെ താഴെ നിൽക്കണം വെള്ളം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കാരണം ഇത് കിഴങ്ങ് വർഗ്ഗമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് ഇതിനിടയിൽ വെറുതെ നമ്മൾ അതിന് കാവലിൽ നിന്ന് സമയം കളയണ്ടല്ലോ, 2 പച്ച മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതും ഇതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് റെഡിയാക്കാം. അപ്പം കഴുകി നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ മാങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാങ്ങ വാങ്ങിച്ച് അച്ചാറിട്ടൊന്നും വയ്ക്കത്തില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം അച്ചാറുണ്ടാക്കി വെക്കും, അതിനെ എടുക്കും, അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ഒരുപാടൊക്കെ ഇട്ട് വെച്ചിരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനും ഒരു കവർപ്പൊക്കെ ഉണ്ടാവും. പിന്നെ മാങ്ങ നല്ലതല്ലെങ്കിലും അച്ചാറ് മോശമാവും കേട്ടോ. ഇതിപ്പോൾ നല്ല മാങ്ങയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, ഒരു സംഭവം അതിൽ ഞാൻ വേസ്റ്റ് ആക്കൂല കേട്ടോ. അത് ഇതുപോലെ ഞാൻ ചുരണ്ടിയൊക്കെ എടുക്കും. മുമ്പൊക്കെ ഞാനിങ്ങനെ അച്ചാറിടുമ്പം ഏറ്റവും കൂടുതൽ മാങ്ങ അരിയാൻ എന്നെ സഹായിച്ചിരുന്നത് നിസാർക്കയാണ് കേട്ടോ. കാരണം നിസാർക്ക അരിയണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരേ അളവിൽ എനിക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ. പക്ഷെ ഞാൻ അച്ചാറിടാനൊന്നും അത്രയും പെർഫെക്ഷനൊന്നും കാണിക്കാറില്ല. കാരണം നമുക്കിപ്പോൾ ഒരു പണി മാത്രമല്ലല്ലോ ഉള്ളത്, പല ജോലികൾ ഇതിനിടയിൽ നടന്നു പോകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ കൂർക്കയും ഞാൻ ഒന്ന് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. നല്ല മണമാണ് കേട്ടോ. കൂർക്ക നമ്മൾ ഇതുപോലെ മെഴുക്ക് വട്ടുമ്പോൾ എന്തൊരു മണമാണെന്നറിയാവോ, ഭയങ്കര ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചു. പിന്നെ ബാക്കി മാങ്ങ ഞാൻ അരിഞ്ഞ ആ ബൗളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പൊ പിന്നെ ഞാൻ കുറേ ആയി മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട്, അന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ടത് തന്നെ. അതിനുശേഷം ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ല. നല്ല മാങ്ങ കിട്ടിയപ്പം എനിക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാതിരിക്കാനും പറ്റിയില്ല. എന്തായാലും മാങ്ങയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ആകെ ഇത്രയും മാങ്ങയ്ക്കും ഈ 1 ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ പൊതുവേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിനൊന്നും ഞാൻ ഒരുപാട് ഉപ്പും, നമ്മുടെ വീട്ടിലൊന്നല്ല, ഞാൻ അച്ചാറിന് പൊതുവേ ഉപ്പ് വളരെ കുറവാണ് ചേർക്കുന്നത് കേട്ടോ. സാധാരണ രീതിയിലുള്ള ഉപ്പേ ചേർക്കുന്നുള്ളൂ. അത് ഇളക്കി ഒന്ന് മാറ്റി വെക്കണേ. അപ്പം നമ്മളുടെ കൂർക്ക കറക്റ്റ് പരുവമായിട്ടുണ്ട്. കണ്ട വെള്ളമെല്ലാം വറ്റി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു ബൗളിൽ നമുക്ക് എടുത്തിട്ട് ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമില്ലേ കൂർക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുകയാണ് കഴിക്കാനായിട്ട്. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സനമോൾ ഇതിനിടയ്ക്ക് വന്നപ്പോഴേക്ക് ഞാൻ 1-2 എണ്ണം എടുത്ത് അവളെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൾ വലിയ ഒരു താല്പര്യമൊന്നും കാണിച്ചില്ല, ഇങ്ങനെ ചുമ്മാ കഴിച്ചിട്ട് അങ്ങ് പോയി കേട്ടാ. ചിലതൊക്കെ സൂപ്പർ എന്നൊക്കെ വന്ന് ആക്ഷൻ കാണിക്കും. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ കൂർക്ക കിട്ടുമ്പം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. ഞാനിവിടെ ഒരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ തന്നെ നമ്മളിത് തയ്യാറാക്കണം. നല്ലെണ്ണ ചൂടാകുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ ഞാൻ ഇവിടെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. ഈ ഉലുവാപ്പൊടിയും കായപ്പൊടിയും മസ്റ്റായിട്ട് നമ്മൾ ഈ അച്ചാറിൽ ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടാണ് നമ്മൾ ഈ പൊടികൾ ചേർത്തത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇരുമ്പച്ചട്ടിയില്ലേ, അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്ക് വിനാഗിരി ഞാനിവിടെ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ അച്ചാർ ഞാൻ ഒരുപാട് ദിവസം വയ്ക്കാനൊന്നും അല്ലല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ഈ മസാലക്കൂട്ട് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ചൂടോടുകൂടി ചേർക്കരുത്, മാങ്ങ വെന്ത് പോരുത് കേട്ടോ.
അപ്പോൾ ഈ മസാലക്കൂട്ട് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാങ്ങയിൽ നിന്ന് തന്നെ ഇതാ കണ്ട ചാറ് വന്നിട്ടുണ്ടാവും. ആ ചാറ് മാത്രം മതിയാവും, അല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കുക ഒന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറ് നമുക്ക് ഈ ഒരു രീതിയിൽ ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. അപ്പം തന്നെ വായിൽ വെള്ളം വരുന്നവരൊക്കെ ഒന്ന് പറയട്ടെ, അച്ചാറ് കാണുമ്പോഴേക്ക് ശരിക്കും ഈ ഒരു മാങ്ങാച്ചാറും ചോറും തൈരും ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇവിടെ അടുത്ത് പണിയൊക്കെ നടക്കുന്ന കാരണമാണ് ഒരു സൗണ്ടിനൊരു ഡിസ്റ്റർബൻസ് വരുന്നത്, ക്ഷമിക്കണം. അപ്പം എന്താ നമുക്ക് ഇത് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഇതുപോലെയുള്ളൊരു കുപ്പിയിലിടണേ. 2 മാങ്ങയിലേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ ആ കുപ്പിയുടെ ഒരു കാൽഭാഗത്തിന് എടുക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ഇതാ കണ്ട. അപ്പം ഇനിയിപ്പം മാങ്ങ അച്ചാർ റെഡി ആയതുകൊണ്ട് ഇനി അടുത്തെപ്പോഴെങ്കിലും ഞാൻ കഞ്ഞി ഉണ്ടാക്കും. 2 എണ്ണം. താങ്ക് യു പറ, താങ്ക് യു പറഞ്ഞു, താങ്ക് യു, താങ്ക് യു. ഒരു മോട് അക്കിക്ക് അവക്ക് കൊടുക്കാൻ. ഇപ്പഴത്തെ ഒരു മോടുകളെ അക്കിക്ക് ഒരു മോടുക്കെ. അടിപൊളി. ആ ഷൂസിന് മാച്ചാണല്ലോ സനക്കുട്ടിയുടെ. അടിപൊളി. എന്നിട്ടേ നോക്കട്ടെ നോക്കട്ടെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അത് ഫ്രോക്കാ. നോക്ക് നോക്ക്. ഇതാണ് ഇഷ്ടപ്പെട്ടത്, കറുപ്പാണ് ഇഷ്ടപ്പെട്ടത്. ഊരിട്ടിട്ട് കൊടുക്കാനടേ ചാകിരുന്നാലേ നിങ്ങള് മാറാനും എടുക്കാനും ഒക്കെ കൊണ്ടുപോകും. ഇവിടെ ഇഷ്ടപ്പെട്ട സനക്കുട്ടി, സനക്കുട്ടി ഇഷ്ടപ്പെട്ട. എവിടെ അനിയത്തിയുടെ മോള് അമൃത കോളേജിലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം ഒരു കോളേജിൽ നിന്ന് തന്നെ ഈ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമായിട്ട് സ്വീഡനിലേക്ക് മോള് പോവുകയാണ്. അപ്പൊ നാളെയാണ് പോണത്. അപ്പൊ അതുകൊണ്ട് സനമോളുടെ ബർത്ത്ഡേ 26-ാം തീയതിയല്ലേ, അപ്പം അവൾ ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അവളുടെ ഗിഫ്റ്റാണ് ഇപ്പം ഈ 2 ഡ്രസ്സ് സനമോൾക്ക് എടുത്ത് കൊടുത്തത്. സനമോൾക്കാണെങ്കിൽ ഇവളെന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. കണ്ട പോകുന്നെന്ന് പറയുമ്പോഴേക്കും അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവൾക്ക് മതി വരുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റേ മോക്കും കേട്ടോ. അവർക്ക് ഭയങ്കര കമ്പനിയാണ് ഇവര്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേ അവളുടെ പെട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നതിനൊക്കെ അവൾ ഉരുട്ടി അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നിസർഗയൊക്കെ ഇവരെല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്ന ശേഷമാണ് മോളെ എയർപോർട്ടിലേക്ക് വിടാനായിട്ട് പോണത് കേട്ടോ. അപ്പം ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞു. ഇതാ നേരം വെളുത്ത് വരുന്നല്ലോ. ഇപ്പം താമസിച്ചല്ലേ നേരം വെളുക്കുന്നത്. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് ബോംബെ പോയിട്ട് അവിടെ നിന്നാണ് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ മോളൊറ്റയ്ക്കാണ് പോണത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല കാര്യത്തിനല്ലേ പോണത്. അപ്പം നിങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യണം. അങ്ങനെ ഇപ്പം അവള് ഇറങ്ങുമ്പോഴേക്ക് സനമോൾ ആകെ ഡൗൺ ആയിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സനമോൾക്ക് ഭയങ്കര വിഷമം കേട്ടാ. ഇവിടെ എങ്ങോട്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവൾക്ക് മനസ്സിലായി ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചപ്പോഴേക്ക് ഇവര് മോള് പോവാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. വിളിക്കുമ്പോഴേക്കൊന്നും അടുത്തൊന്നും ഇങ്ങനെ നിൽക്കുന്നില്ല, അങ്ങനെ മാറി മാറിയൊക്കെ പോവുകയാണ് കേട്ടാ. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ചെറുതാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്ന്. അപ്പം അവളിങ്ങനെ യാത്ര പറയാണ്. ശരിക്കും പറഞ്ഞാൽ മക്കളൊക്കെ ഇങ്ങനെ ദൂരയാത്ര പോകുമ്പോഴേക്ക് അതും ഒരു വലിയ സങ്കടം തന്നെയാണ് അല്ലേ. പിന്നെ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം സനക്കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ വിളിക്കുന്നുണ്ട്. അവളിത് മാറി ചെന്നങ്ങ് നിൽക്കുവാണ്. സനക്ക് ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അക്കി അക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും.
അതാണ്ട് അവള് എടുക്കാൻ നിൽക്കുമ്പോഴേക്ക് സങ്കടപ്പെട്ടാണ് അവളങ്ങനെ നിൽക്കുന്നത്. അവൾക്ക് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം കേട്ടോ. ശരിക്കും പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാ വളർന്നു വലുതായി പോകുന്നത്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഈ സനമോളെ എടുക്കണത് പോലെ നമ്മൾ എടുത്തോണ്ട് നടന്ന മോളാണ്. അപ്പോൾ ഇപ്പൊ അവള് പോണെന്ന് കേൾക്കുമ്പം ശരിക്കും അവള് കോളേജിൽ അവിടെ ആയിരുന്നുവെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ പോകും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മനപ്രയാസം തന്നെയാണ്. അപ്പോൾ അവളും യാത്ര പറയാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. പിന്നെ ഇതെല്ലാം എല്ലാം ജീവിതത്തിൽ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിസാറിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടാ. ഞാനിങ്ങനെ എനിക്ക് എന്ത് പറയാൻ, ഇവള് വീട്ടിൽ ഞാൻ നല്ല കമ്പനിയാണ് കേട്ടാ. ഞാൻ അങ്ങനെ അല്ലാതെ അത് അനിയത്തിയുടെ മോളാണ് എന്നുള്ള ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും നമ്മൾക്കിടയിലില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ തന്നെ ഞാൻ അവളെ കാണാറുള്ളൂ. ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ ഇടപഴകുന്നത്. അപ്പം അതുകൊണ്ടാണ് സങ്കടം കുറച്ചുകൂടെ കൂടുന്നതെന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പിന്നെ എയർപോർട്ടിൽ അധിക തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവള് യാത്ര പറഞ്ഞ് അകത്തേക്ക് പോയി. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതാ കടല് കണ്ട, ഇങ്ങ് കരയുടെ ആ വള്ളം കിടക്കുന്ന അത്ര മാത്രമേ കരയുള്ളൂ, ബാക്കിയൊക്കെ കടല് തന്നെയാണ് കേട്ടാ. എന്തോ ഒരു വ്യത്യാസം അല്ലേ. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം KSRTCക്ക് ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളുള്ള കാര്യം? എനിക്കിതാ ഇപ്പൊ നിസാറിക്ക പറഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടപ്പം മനസ്സിലാക്കിയത് കേട്ടാ. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.